പത്രോസിന്റെ പടകിലായിരുന്നു. ആമേൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. നോക്കണേ, അവിടെ ഒരുപാട് പടകുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ പടകിലൊന്നും കയറാതെ എന്തിനാ യേശു ഈ പത്രോസിന്റെ പടകിൽ തന്നെ കയറിയത്? സ്തോത്രം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവിടെ കർത്താവ്, എൻ്റെ ഒരു ഭാവനയെ ഞാൻ പറയുക, ഇവിടെ കർത്താവ് ഇങ്ങനെ നിൽക്കുന്ന സമയം അവിടെ ഒരുപാട് പടകുകൾ നിൽപ്പുണ്ട്. 2 പടക് കരക്കടിച്ച് നിൽപ്പുണ്ട്. എന്നാൽ കർത്താവിന് മറ്റേ പടകിൽ കയറാമായിരുന്നു. പക്ഷേ അവിടെ കർത്താവിന് എന്തുവാ ഒരു അവൈലബിലിറ്റി കൊടുത്ത സ്ഥലം എന്ന് പറയുന്നത്. അതായത് കർത്താവ് ചോദിച്ചപ്പോൾ തന്നെ അവൻ എന്ത് ചെയ്തു? പത്രോസ് എന്ത് ചെയ്തു? അത് താഴോട്ടൊന്ന് വായിക്കാമോ? കണ്ടോ, കർത്താവ് എന്ത് ചെയ്തു? അവിടെ ശീമോനുള്ളതായ ഒന്നിൽ തന്നെ കർത്താവ് എന്ത് ചെയ്തു? അവിടെ കയറുവാൻ തക്കവണ്ണം ഇടയായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നോക്കണേ, ചിന്തിച്ച് നോക്കിക്കേ, ഇവിടെ ഇത്രയും പേരുണ്ട്. കർത്താവ് വന്നിട്ട് നമ്മുടെ എല്ലാവരുടെയും ഓരോ പടകുണ്ടെങ്കിൽ കർത്താവ് വന്നൊരു പടകിൽ കയറി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് സങ്കടം വരത്തില്ലേ? വരത്തില്ലേ? എന്നാൽ ഇവിടെ നോക്കണേ, യേശു അത്രയും നല്ല കർത്താവിൻ്റെ സെലക്ഷൻ നോക്കിക്കോണം. അതായത് അവിടെ വേറെയും പടകുണ്ടായിരുന്നു. അതായത് നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഇത്രയും വിശ്വാസികളുണ്ട്, പക്ഷെ തെരഞ്ഞെടുക്കപ്പെടുന്നവരെയാണ് ദൈവം മാനിക്കുന്നത്. ആമേൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. നോക്കണേ, അവിടെ അത്രയും പടകുണ്ടായിട്ടും നോക്കണേ, നഷ്ടത്തിൽ കൂടെ പോയിക്കൊണ്ടിരുന്നവന്റെ പടകിലാണ് ദൈവം കയറിയത്. ആമേൻ, ആമേൻ. നോക്കണേ, അവൻ ദൈവത്തിന് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം അവിടെ എന്ത് ചെയ്തു? പത്രോസ് ഒരുക്കി കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അടുത്ത വായിക്കാമോ? കയറി. നോക്കണേ, ഈ ശീമോൻ പത്രോസിനോട് യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന് അവൻ അനുസരിക്കുകയായിരുന്നു. അതായത് പത്രോസിനോട് പറയുകയാണ്, നിന്റെ പടക് എന്ത് ചെയ്യണം? കരയിൽ നിന്നും ഒരല്പം നീക്കാൻ. ഞാനൊരു പത്രോസായിട്ട് ഞാൻ ഒന്ന് ചിന്തിച്ചോട്ടെ. നിങ്ങൾ കുറച്ചു നേരം എന്നൊരു പത്രോസായിട്ട് കണ്ടോ? ഞാൻ എന്നോട് പറയുക ഈ കാര്യം, ഞാൻ ചിന്തിക്കുക, എടാ എന്തുകൂടാ ഇത്? ഞാൻ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒരു മീന് പോലും കിട്ടിയില്ല. ഇയാൾ എന്തുവാ വന്നിട്ട് പറയുക, എനിക്കൊരു ഞാനൊന്ന് പ്രസംഗിച്ചോട്ടെ, എനിക്കൊന്ന് പടക് തരുമോന്ന് ചോദിച്ചു. ഞാൻ അനുവാദം കൊടുത്തു. അന്നേരം പിന്നെയും പറയുക, എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? മുന്നോട്ടൊന്ന് നീക്കി തരണം. ഓ, നീക്കിയും കൂടെ തരണോ? ഓ ശരി, എന്നാൽ പിന്നെ എന്ത് ചെയ്തു? നമ്മളാണ് അങ്ങനെ ചിന്തിക്കത്തുള്ളൂ, അല്ലേ? നമ്മളാണെങ്കിൽ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. അപ്പൊ അവിടെ വായിക്കൂടെ വായിക്കാമോ? കണ്ടോ, ശീമോനുള്ളതായ ഒന്നിൽ അവന് കയറിയെങ്കിൽ ശീമോൻ എന്ത് ചെയ്തിരിക്കണം? അനുവാദം കൊടുത്തിരിക്കുന്നു, അല്ലേ? അതായത് നമ്മുടെ ജീവിതത്തിലും ദൈവം താൻ വരണമെങ്കിൽ, അല്ലേ, നാമും ദൈവവും തമ്മിലുള്ള ഒരു വാഞ്ച, അതായത് ഞാനും ദൈവവും തമ്മിലുള്ള ഒരു ദാഹം, അതായത് എനിക്ക് ദൈവസന്നിധിയിൽ എത്രത്തോളം അടുത്തു ചെല്ലുവാൻ കഴിയുന്നോ അത്രയും വേഗം ദൈവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായോ? അതായത് ദൈവത്തിന് വരാൻ നമ്മൾ ഒരു സ്ഥലം കൊടുത്തില്ല എങ്കിൽ, നാം ജഡമുഖത്തിലാണ് ഇരിക്കുന്നെങ്കിൽ, നാം ലോകത്തിന്റെ ചിന്തയിലാണ് ഇരിക്കുന്നെങ്കിൽ, നാം ബാക്കിയുള്ള നേരത്തെ പറഞ്ഞതുപോലെ കടഭാരത്താലാണ് കേട്ടോ. ഒരുപാട് ചിന്തകൾ എപ്പം നോക്കിയാലും ചിന്തിച്ച് എന്തിനാ ഞാൻ പിന്നെ ചിന്തിക്കുക? എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നേ? അല്ലേ? ഇതെല്ലാം ദൈവം നീക്കുപോക്ക് തരത്തില്ലേ? നീക്കുപോക്ക് തരണമെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയം അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്ന, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്തതായ പത്രോസിന്റെ പടകിലേക്ക് പത്രോസ് അനുവാദം കൊടുത്തപ്പോ അവിടെ യേശു കയറി വരികയും, എന്നാൽ അതിന്റെ അവസാനം വായിക്കുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്, തന്റെ കൂട്ടുകാരെ വരെ എന്ത് ചെയ്തു? വിളിച്ചു ആ വലയിൽ എന്ത് ചെയ്യാൻ? പൊക്കി കയറ്റാൻ വേണ്ടിയിട്ട്. നോക്കണേ, അത്രത്തോളം അനുഗ്രഹമാണ് ദൈവം എന്ത് ചെയ്തു പിന്നെ പത്രോസിന് കൊടുത്തത്. സ്തോത്രം, സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം ഇത്രയേ ഉള്ളൂ. ദൈവത്തിന് ഇവിടെ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് ദൈവത്തോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. നമ്മളും ദൈവസന്നിധിയിൽ എന്തുവാ ആ ദാഹത്തോടുകൂടെ, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഇനിയും അധികമായി മുന്നോട്ട് പോകുന്നൊരു തലം വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ദൈവം താൻ ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം താൻ ഇറങ്ങി വന്നാൽ ഈ പ്രയാസങ്ങളെല്ലാം മാറും. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒന്ന് കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ താഴോട്ടൊന്ന് വായിക്കാമോ? അതിന്റെ 4-ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം.
നോക്കണേ, ഇത്രയും രാത്രി മുഴുവനും വളരെയധികം ക്ഷീണിതനോടെ ഇരുന്ന ആ പത്രോസിനോട് കർത്താവ് ആദ്യം എന്താ പറഞ്ഞേ? ഞാനൊന്ന് പ്രസംഗിക്കാൻ കയറി നിന്നോട്ടെ. എന്നിട്ട് എന്ത് ചോദിച്ചു? അങ്ങനെ ചോദിച്ചു ബൈബിളിനകത്തില്ല, ഞാൻ എൻ്റെ ഒരു ആശയം പറഞ്ഞതാണ്. കർത്താവ് ചോദിച്ചു കാണും, 2 പട കിടക്കുമല്ലേ, ചുമ്മാ കയറി പ്രസംഗിക്കാൻ പറ്റുമോ? ഇല്ല. കർത്താവ് ചോദിച്ചു കാണും. കർത്താവ് സെലക്ട് ചെയ്ത ആ ഒരു ശീമോന്റെ പടകിൽ തന്നെ കർത്താവ് കയറി നിൽക്കുകയും പിന്നീട് പറയുക, ഇതൊന്ന് മുന്നോട്ടൊന്ന് നീക്കി തരണം. പക്ഷെ ഇവന്റെ മനസ്സിൽ മൊത്തം അയ്യോ, രാത്രി മുഴുവൻ അതുകൊണ്ട് എനിക്ക് ഒന്നും കിട്ടിയില്ലല്ലോ തമ്പുരാനെ, ഞാൻ വളരെയധികം ക്ഷീണിതനാണ്. എന്നാൽ ദൈവത്തിന്റെ വാക്കിന് എന്ത് ചെയ്തു? താൻ വീണ്ടും മുന്നോട്ടിട്ടു. എന്നാൽ വീണ്ടും എന്ത് ചെയ്തു? അവിടെ നിന്ന് പ്രസംഗിച്ച ശേഷം യേശു വീണ്ടും അവരോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? നീ ആഴത്തിലേക്ക് എന്ത് ചെയ്യണം? വല ഇറക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും ചില ആഴത്തിലേക്കൊന്ന് വല വീശി നോക്കണം കേട്ടോ. ചില ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്ത ചില പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആമേൻ, ആമേൻ. ഇത് വെച്ച് ഞാൻ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മളും ഈ പത്രോസിനെ പോലെ ഒന്ന് മീൻ പിടിക്കണം. എങ്ങനെയെന്നറിയോ? നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ വലയൊന്ന് വിരിച്ചു നോക്കണം. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കിടപ്പുണ്ട്. ചില കൺമോഹം കിടപ്പുണ്ട്, ചില ജീവനത്തിന്റെ പ്രതാപം കിടപ്പുണ്ട്, ചില കള്ളമരമായിട്ടുള്ള ചില ദൈവത്തിന് ഹിതമല്ലാത്ത പല മോഹങ്ങൾ ഈ ഹൃദയത്തിനകത്ത് കിടപ്പുണ്ട്. ഈ പത്രോസും വല വീശിയതുപോലെ ഒന്ന് നമ്മുടെ ഹൃദയത്തിന്റെ അന്തരംഗത്തിലേക്ക് ആഴത്തിലേക്കൊന്ന് വല വീശി ആ ഒരു ദൈവഹിതമല്ലാത്ത പ്രവർത്തനങ്ങളെ ഒന്ന് എടുത്ത് കളയാൻ തയ്യാറാണോ? ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിന്റെ ആ നാട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ടോ? ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. സ്തോത്രം. എന്നാൽ ആ സമയം പത്രോസ് പറയുകയാണ്, കർത്താവേ, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എന്നാൽ നിന്റെ വാക്കിന് ഞങ്ങൾ വില ഇറക്കാന്ന് പറഞ്ഞു. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാമെന്ന് പറഞ്ഞു. താഴോട്ട് വായിക്കാമോ? ഒന്നും കിട്ടിയില്ല. നോക്കണേ, ആഴത്തിലേക്ക് വല വീശി ദൈവത്തിന്റെ യേശുവിന്റെ ഒറ്റ വാക്കുകൊണ്ട്, അല്ലേ? കർത്താവിന്റെ ഒറ്റ വാക്ക് എന്ത് ചെയ്തു? അവിടെ അനുസരിപ്പാൻ തക്കവണ്ണം ഇടയായി. ആഴത്തിലേക്ക് വല വീശിയപ്പോൾ അവർക്ക് പെരുത്ത മീൻകൂട്ടം ലഭിപ്പാൻ തക്കവണ്ണം ഇടയായി. എൻ്റെ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് അറിയാം, അത് വലിച്ച് കീറുന്ന ഒരു അവസ്ഥ വരെ അവിടെ ആകുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ അതൊന്നെ വലിച്ച് കയറ്റാൻ വേണ്ടി എൻ്റെ കൂട്ടുകാരെയും കൂടെ എന്ത് ചെയ്തു? താൻ വിളിച്ചു എന്നുള്ളതാ. സ്തോത്രം, സ്തോത്രം. എൻ്റെ സമയം കഴിഞ്ഞ് ഞാൻ വേഗത്തിൽ നിർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഈ വചനം നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ദൈവം ഈ നീർത്തോടിലേക്ക് പോകുന്ന തൻ്റെ വെള്ളത്തിനായിട്ടുള്ള ദാഹമാണ്, ഒരു വാഞ്ചയാ. എനിക്ക് വെള്ളം വേണം. അതായത് നാമും മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഞാനും ദൈവവുമായിട്ടുള്ള ഒരു വാഞ്ച, അതായത് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ദൈവമായിട്ടുള്ള ദാഹം